എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ലോക പരിസ്ഥിതി ദിനത്തെക്കുറിച്ചുള്ള കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താനായി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5. 1972 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ജൂൺ 5 ആചരിക്കാനായി തീരുമാനിച്ചത്. 1973 മുതൽ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിച്ച് തുടങ്ങി. അടുത്ത ചോദ്യം: 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം. ഉത്തരം: പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി. ഇതാണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം. അടുത്ത ചോദ്യം: 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഉത്തരം: അസർബൈജാൻ. അസർബൈജാനാണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. അടുത്ത ചോദ്യം: UNEPയുടെ പൂർണ്ണ രൂപം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. UNEP ആണ് നമ്മുടെ പരിസ്ഥിതി ദിനമൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ UNEPയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. അടുത്ത ചോദ്യം: പരിസ്ഥിതി മേഖലയിൽ UN നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം. ഉത്തരം: ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത്. പരിസ്ഥിതി മേഖലയിൽ UN നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: പ്രൊഫസർ രാംദേവ് മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. പ്രൊഫസർ R മിശ്ര എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പ്രൊഫസർ രാംദേവ് മിശ്ര. അടുത്ത ചോദ്യം: ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം: മേധ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മേധ പട്കർ. നമുക്കറിയാം, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെയൊക്കെ മേധാവിയൂടെയാണ് മേധ പട്കർ. അടുത്ത ചോദ്യം: വനവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ 2025 പത്മശ്രീ പുരസ്കാരത്തിന് അർഹയായ മലയാളി പരിസ്ഥിതി പ്രവർത്തക ആര്? ഉത്തരം: കൊല്ലക്കയിൽ ദേവകിയമ്മ. വനവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി പരിസ്ഥിതി പ്രവർത്തകയാണ് കൊല്ലക്കയിൽ ദേവകിയമ്മ. അടുത്ത ചോദ്യം: 2026 ജനുവരിയിൽ അന്തരിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. ഉത്തരം: മാധവ് ഗാഡ്ഗിൽ. നമുക്കറിയാം, പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രശസ്തനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ശ്രീ മാധവ് ഗാഡ്ഗിൽ. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണെങ്കിൽ, ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാമാണ്. അടുത്ത ചോദ്യം: പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം. ഉത്തരം: വേപ്പ്. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് വേപ്പ്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള വൃക്ഷമാണ് വേപ്പ്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എന്ന്? 1966. 1966 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥനാണ് 1966 ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം ഒരു മലയാളി കൂടിയാണ്. അടുത്ത ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളത്താണ്. അതിൻ്റെ പേരാണ് കന്നിമാല തേക്ക്. അപ്പോൾ ഏറ്റവും വലിയ തേക്ക് മരം സ്ഥിതി ചെയ്യുന്നത് കന്നിമാല തേക്ക്, പറമ്പിക്കുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല. ഉത്തരം: ഇടുക്കി. ഇടുക്കിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല.
അതായത് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയാണ് ഇടുക്കി. നമ്മൾ നേരത്തെ പറഞ്ഞു വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. എന്നാൽ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം മിസോറാമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ചോദിക്കുമ്പോൾ ഇടുക്കി. അത് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. ഉത്തരം കാസർഗോഡ്. കാസർഗോഡ് ജില്ലകളിലൂടെ 12 നദികളാണ് ഒഴുകുന്നത്. അപ്പോൾ സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ല തന്നെയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയായ കാസർഗോഡ്. അടുത്തത്, കേരളത്തിൽ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ചൂലന്നൂർ. ചൂലന്നൂർ പക്ഷി സങ്കേതത്തിലാണ് കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്. ഉത്തരം നെയ്യാർ. നെയ്യാറാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്. അടുത്ത ചോദ്യം, കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത്? ഉത്തരം മണ്ണിര. മണ്ണിരയാണ് കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി. അടുത്ത ചോദ്യം, സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര്. ഉത്തരം സസ്യഭോജികൾ. സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് സസ്യഭോജികൾ അഥവാ ഹെർബിവോറസ്. മറ്റു ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര്. ഉത്തരം മാംസഭോജികൾ. ഇനി സസ്യങ്ങളെയും ജന്തുക്കളെയും ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് മിശ്രഭോജികൾ. ഒരു കുരുവിയുടെ പതനം എന്നുള്ളത് ആരുടെ ആത്മകഥയുടെ പേരാണ്? ഉത്തരം ഡോക്ടർ സലീം അലി. നമ്മുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് 1936 ആരംഭിച്ചത്. അത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ 1936 ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിൽ സ്ഥാപിതമാകുന്നത്. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള ജില്ല. ഉത്തരം കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള ജില്ല. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഉത്തരം കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം കൊൽക്കത്തയിൽ തന്നെയാണ് ഏറ്റവും വലിയ ഡിജിറ്റൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ലോക പരിസ്ഥിതി ദിനത്തെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ. ബാക്കി ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.